ഹൈ ഗൈസ്, എന്താണ് വിശേഷം? സുഖമല്ല എല്ലാവർക്കും? അപ്പോൾ ഇന്ന് പെരുന്നാളാട്ടോ. ഏവർക്കും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ഹൃദയം നിറഞ്ഞ ഈദ് മുബാറക്. അഭിമുഖ സമയം വൈകിട്ട് 5 മണിയാട്ടോ. അപ്പോൾ നമ്മളൊന്ന് പുറത്തേക്ക് ഇറങ്ങാൻ പോയാ, ഒന്ന് കറങ്ങാം. അപ്പോൾ തഫീനെയും ഇനുവിനെയും കൂട്ടിയിട്ട് ഒന്ന് കറങ്ങാൻ പോയാ. അറിയാലോ, പെരുന്നാൾക്ക് എന്താ പറയുക, നമ്മുടെ ബീച്ചിലും മാടേപ്പാറയിലൊക്കെ നല്ല ആളായിരിക്കും, നല്ല റഷായിരിക്കും, ഫുൾ ഫാമിലീസൊക്കെ ആയിട്ട്. അപ്പോൾ ഏതായാലും ഇന്ന് നേരെ ബീച്ചിലേക്ക് പോവാം. ഓക്കെ, അപ്പോൾ തഫീനും റെഡി ആകുന്നുണ്ട്, ഇപ്പം വരും. അപ്പോൾ നേരെ ബീച്ചിലേക്ക് കയറിക്കോ. ഇനി മുമ്പിൽ കയറി ബാ. ഇനിയോ വാ. അങ്ങനെ നമ്മൾ ചൂട്ടാട് ബീച്ചിലെത്തി. ഇങ്ങോട്ടാണ് ചൂട്ടാട് ബീച്ച്. വണ്ടിയുടെ ഒന്ന് പാർക്കാക്കട്ടെ, വണ്ടി ഇവിടെ ഇറങ്ങും പാർക്കാക്കാം. ഗൈസ്, വണ്ടിയുടെ വെച്ചിട്ടുണ്ട്. വാ ഇനോ വാ 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 വാ. നമ്മൾ എത്തിയല്ലേ ഇനോ? ചൂട്ടാട് ബീച്ചിലെത്തിയില്ലേ? ചൂട്ടാട് ബീച്ച്. ഇവിടെ എന്തൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. ചൂട്ടാട് ബീച്ച് പാർക്ക് കൗണ്ടറുണ്ട്. ഗൈസ്, അങ്ങനെ അകത്ത് കയറി കേട്ടോ. വാ 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 വാ. ഇനോ ഏനോ വേമ്പ. ഇതിൻ്റെ ഉള്ളിലെ സംഭവങ്ങളുണ്ടോ? പക്ഷെ നല്ല ആൾക്കാരുണ്ട് കേട്ടോ, മോശമില്ലാത്ത ആൾക്കാരുണ്ട്, നല്ല ആൾക്കാരുണ്ട് ഗൈസ്. ഇതൊക്കെ കുട്ടികൾക്ക് കളിക്കേണ്ട സംഭവങ്ങൾ കേട്ടോ. പിള്ളേരെല്ലാം തുള്ളി കളിക്കുക. ഞാൻ അവിടെ കുട്ടികളെ കുറേ സംഭവങ്ങളുണ്ട് അങ്ങോട്ട്, പിള്ളേർ കളിക്കേണ്ട കുറേ സംഭവങ്ങൾ. ഇനോ ഇതൊക്കെ പിള്ളേരുടെ കളി തന്നെ കേട്ടോ. ഗൈസ്, നല്ല ആൾക്കാരുണ്ട് കേട്ടോ, മോശമില്ല. കുറേ സ്റ്റാളും ഉണ്ടോ. നോക്കിയാ ഉണ്ടോ, കുറേ സ്റ്റാളുണ്ട് കേട്ടോ. ഇപ്പോൾ മോശമില്ലാത്ത ആൾക്കാരുണ്ട് കണ്ടോ. ഐസ്ക്രീംസ്, ഗൈസ് ഒരു വ്യത്യസ്ത സംഭവം കണ്ടിട്ടുണ്ട്, നോക്കട്ടെ. ഇവിടെ വന്നേരം കണ്ട സംഭവം ഐസ് കേട്ടോ, ഐസ് പാലും പഴവും. പാലും പഴവും, പഴങ്ങൾ പുതിയ രൂപത്തിൽ, കുളിർമയോടെ, കൂടുതൽ മാധുര്യത്തിൽ. ഓരോ ഐസ് അയച്ചാലോ, വെറൈറ്റി സാധനം കണ്ടിട്ടുണ്ട്, പാലും പഴവും. ടഫി ഐസ് വേണോ? നേരത്തെ പറയുന്നുണ്ടല്ലോ ഇനി ഐസ് വേണ്ടേ? ആ എന്നാ പോ, നമുക്ക് ഐസ് എന്നാല ഐസ് എടുക്കട്ടെ. എടാ എന്തെല്ലാം ടൈപ്പ് ഉണ്ട് ഇങ്ങനെ? എന്താ ടൈപ്പ് ഉണ്ട്? തുറന്നു ബ്ലാക്ക് കറണ്ട് സംഭവം. ബ്ലൂബെറി, പാഷൻ ഫ്രൂട്ട് ഉണ്ട്, ചിക്കു ഉണ്ട്, സ്ട്രോബെറി ഉണ്ട്, സ്പാനിഷ് ഉണ്ട്, ബ്ലൂബെറി ഉണ്ട്, പിന്നെ ലോട്ടസ്, ജാക്ക് ഫ്രൂട്ട്, ഓറിയോ, കിവി, മാംഗോ. ചക്ക ഉണ്ടല്ലേ? ചക്ക ഒരു ചക്ക ഉണ്ട്. ചക്കക്കുന്നുണ്ട്. എനിക്ക് ചക്ക വേണോ? കഴിച്ചോക്കട്ടെ എങ്ങനെയുണ്ട് നോക്ക് സാധനം. ചക്ക ചക്ക ഉണ്ട്, നൈസല്ലേ? ചക്കൻ്റെ പഴുപ്പുണ്ട് കേട്ടോ, ചക്കൻ്റെ പഴുപ്പുണ്ട്, പഴുപ്പ്. ഇനിയും രസമുണ്ടാ? ഇവന് ഐസ്ക്രീം എല്ലാം പറഞ്ഞാൽ തീർന്നു. എവിടെ പോകുമ്പോൾ ഐസ് വേണം, ഐസ്ക്രീം വേണം. ചക്ക ഐസ് പറഞ്ഞ ടേസ്റ്റ് കേട്ടോ, ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ചക്ക എടുത്ത് ഞാൻ ലോട്ടസ് അല്ലേ, ചക്കൻ്റെ ഒരു ഇതില്ലേ, എന്താ പറയുക, ഒരു സ്മെല്ല്, മണം. നമസ്കാരം ഉണ്ട്, സുഖല്ലേ? ഇത് പ്രത്യേകത പാലും പഴവും. പാലും പഴവും, അതായത് പാല്, പഴം, അതുപോലെ ബട്ടർ, പഞ്ചസാര, വേറൊരു ഇൻഗ്രീഡിയൻറ്റും ഇതില്ല. 100% നാച്ചുറലായിട്ടാണ് ചെയ്യുന്നത്. ഇതൊക്കെ ഫ്രൂട്ട് നമ്മൾ തന്നെ പ്രൊക്യൂർ ചെയ്ത് അതൊന്ന് എടുത്തിട്ട് അത് പിന്നെ എന്താണ് ഐസാക്കി മാറ്റിയെടുക്കുക ചെയ്യും. വേറെ കെമിക്കൽ മറ്റേ ഇതായിട്ടൊന്നും പിന്നെ എന്താ പൾപ്പായിട്ടൊന്നും അല്ല വരുന്നത്. പ്യുവറാണ്, അത് നാച്ചുറലാണ്, നാച്ചുറൽ ഫ്രൂട്ട്സിൽ തന്നെ ചെയ്യുന്നത്. അതെ അതെ. ഞാനിപ്പോൾ ഇവിടുന്ന് ഈ പാലും പഴവും എന്ന് പറഞ്ഞാൽ ഈ സ്റ്റാളിൻ്റെ എന്താ പറയുക അടുത്ത് നിന്നിട്ട്
ഐസ് കഴിക്കുന്ന സമയത്ത് ഇതിൻ്റെ ആൾക്കാർ വന്നേട്ടാ. ശരിക്കും പറഞ്ഞാൽ ഈ പേര് വെറൈറ്റി പേര് കണ്ടിട്ട് ഞാൻ കയറിയതാട്ടെ ഇങ്ങോട്ടേക്ക്. അപ്പോൾ നമ്മളിട്ട് ഇരുന്ന് വാങ്ങിയിട്ട് കഴിക്കുമ്പോൾ ഇവർ വന്നത്. സാറിൻ്റെ പേരെന്നാ? ശ്രീജൻ. നമ്മളെ പുതിയ കമ്പനിയാണിത്. അതല്ലേ? അപ്പോൾ ഇത് പാലും പഴവും എന്ന് പേര് തന്നെ ഒരു അങ്ങനെ വിടാൻ കാരണം തന്നെ ഇതിൽ പാല്, പഴം, വെണ്ണ, പിന്നെ പഞ്ചസാര മധുരത്തിന്, അത്രയേ ഉള്ളൂ. മെയിൻ ഇൻഗ്രീഡിയൻറ്റ് പാലും പഴവും. അതുകൊണ്ടാണ് പാലും പഴവും തന്നെ ഇതിൻ്റെ ബ്രാൻഡ് നെയിം തന്നെ പാലും പഴം. അതെ അതെ, എക്സാക്ട്. പിന്നെ വേറെ ഒരു കെമിക്കൽ, ഒരു ആർട്ടിഫിഷ്യൽ ഫ്ലേവർ, ഒരു സ്വീറ്റ്നസ് വേറെ അഡീഷണൽ ആയിട്ടുള്ള ഒന്നുമില്ല. മുഴുവൻ ഈ 4 ഐറ്റംസ് മാത്രമേ വരുന്നുള്ളൂ. പിന്നെ അതുകൊണ്ട് തന്നെ നമ്മൾക്ക് വളരെ പ്യുവറായിട്ട്, അത് മീൻസ് ഇപ്പോൾ ജനിച്ച് വീണ കുട്ടിക്ക് വേണേൽ കൊടുക്കാം. തണുപ്പ് പിടിക്കുമെന്ന് മാത്രം നോക്കിയാൽ തണുപ്പ് പിടിക്കുന്നത് നമുക്ക് പറയാൻ പറ്റില്ല. ഓബ്വിയസ്ലി 100% വിശ്വസിച്ചു കൊടുക്കാം. ഇതിപ്പോൾ നമ്മൾ കുറേ വരുന്നുണ്ട്, ഒരുപാട് വരുന്നുണ്ട്. ഇപ്പോൾ റംസാൻ ആയതുകൊണ്ട് കുറച്ച് നമ്മൾ സ്ലോ ആക്കിയതാണ്. ഒരു 20ഓളം ബ്രാഞ്ച് ഒരു മാസം കൊണ്ട് വരുന്നുണ്ട്. അപ്പോൾ ഇത് ഓൾ ഇന്ത്യ എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. ഞാൻ ശ്രീ ശങ്കരാചാര്യ കമ്പ്യൂട്ടർ സെൻ്ററിൻ്റെ ഫൗണ്ടറാണ്. അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ കമ്പ്യൂട്ടർ സെൻ്ററിൽ ലിംക റെക്കോർഡൊക്കെ കിട്ടുകയാണ്. അപ്പോൾ നമ്മൾ ഇതും അങ്ങനെ തന്നെ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഐസ് പോപ്സിക്കൽ കമ്പനി എന്നുള്ള ലെവലിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് പിന്നെ നമ്മുടെ ഉദ്ദേശം. ഇദ്ദേഹം നമ്മളെ പാർട്ട്ണറാണ്. അപ്പോൾ നമ്മൾ രണ്ടാളും കൂട്ടിയുള്ള ഒരു വെഞ്ചറാണ്, സംഭവമാണ് വരുന്നത്. കുറേ ഫ്ലേവർ ഉണ്ടല്ലേ? ഒരുപാട്, ഒരു 15ലധികം 15+ ഇതുണ്ട്. പിന്നെ മാത്രമല്ല കുറേ പുതിയ ഫ്ലേവേഴ്സ് നമ്മൾ എന്താണ് R&Dയിലുള്ളത് ചെയ്യുന്നുണ്ടല്ലോ. പിന്നെ വേറെയും പുതിയ ടൈപ്പ് ഓഫ് പ്രോഡക്ട്സ് പിന്നെ ലോഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിപാടിയിലുള്ളത്. ഇപ്പം നമ്മൾ കേരളവും കർണാടകത്തിലും വരുന്നുണ്ട്. കൊടക് ഡിസ്ട്രിക്റ്റിൽ ഇപ്പോൾ തന്നെ ഒരു 3-4 ഔട്ട്ലെറ്റ്സ് ഫിക്സ് ചെയ്ത് വന്നിട്ടുണ്ട്. മറ്റ് സ്റ്റേറ്റ്സിലേക്കെല്ലാം നമ്മൾ ഇത് തന്നെ വരാൻ പോകുന്നുണ്ട്. തമിഴ്നാട് വരാൻ പോകുന്നുണ്ട്. കോയമ്പത്തൂർ സൈഡിൽ കുറച്ച് ഔട്ട്ലെറ്റ്സ് നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. പിന്നെ വരുന്നുണ്ട്. നമ്മൾ കൂടുതലും പ്രിഫർ ചെയ്യുന്നത് എക്സ്ക്ലൂസീവ് ഔട്ട്ലെറ്റാണ്. കാരണം നമ്മുടെ മാത്രം പ്രോഡക്റ്റ് ആയിരിക്കും. ഇവിടെ ഇപ്പോൾ ഈ ചൂട്ടാട് ബീച്ചിൽ എന്ന് പറഞ്ഞാൽ ആയിരക്കണക്കിന് ആൾക്കാർ വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ തന്നെ നല്ല, ഇന്ന് ഇതിൻ്റെ ഇനാഗ്രേഷൻ ആയിരുന്നു, നല്ല സ്വീകരണമാണ്. കഴിച്ചവരെല്ലാം വീണ്ടും പോയി കഴിയും. 8 ഫ്ലേവറൊക്കെ കഴിച്ചു വരും. കഴിച്ചിട്ട് ഇഷ്ടപ്പെട്ട് വീണ്ടും കഴിക്കുന്നുണ്ടല്ലോ. 8 ഐസ് കഴിച്ചിട്ട് പോയ ആൾക്കാർ. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇപ്പോൾ ഒന്ന് ഞാൻ പറഞ്ഞേ, ഞാനൊരു ജാക്ക് ഫ്രൂട്ടിൻ്റെ ഒരു ഐസ് എടുത്ത് കഴിച്ച് ശരിക്കും പറഞ്ഞാൽ ടേസ്റ്റ് നല്ലൊരു ഇത് തോന്നിയോണ്ടാണ് ഞാൻ എന്താ പറയുക ഇവരോട് ഇപ്പോൾ ഇവർ സംസാരിക്കുന്ന തന്നെ കാണിച്ചിരുന്നു. അപ്പോൾ നല്ലതിനെ എപ്പോൾ നമ്മൾ പ്രൊമോട്ട് ചെയ്യണം, അങ്ങനെയല്ലേ? അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങളല്ലേ? അതെ. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ കഴിച്ച ആൾക്കാർക്ക്, നമ്മുടെ കസ്റ്റമേഴ്സൊക്കെ വളരെ നല്ല അഭിപ്രായം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒബ്വിയസ്ലി തിരക്കുണ്ട്, കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ട്. അതെ, ഒരുപാട് ആൾക്കാർ പിന്നെ ഇപ്പോൾ കുറച്ചൊരു കുറഞ്ഞതാണ്, കുറച്ച് ഇതായിട്ട്. ഇപ്പോൾ ഇത്ര നേരമൊക്കെ ഒരുപാട് ആളുകൾ വരുമ്പോൾ നല്ല ആൾക്കാർ, ഒരുപാട് ആൾക്കാർ. പിന്നെ ഇന്ന് വന്നിട്ടല്ലേ ഉള്ളൂ. അപ്പോൾ ഇത് കഴിച്ചു കഴിഞ്ഞാലല്ലേ ഇതിൻ്റെ ഒരു പ്ലസ് മനസ്സിലാവും. അപ്പോൾ നല്ല സ്വീകരണമാണ്, വളരെ സന്തോഷമുണ്ട്. ബാക്കി എല്ലാവരും സഹകരണം ഉണ്ടായിരിക്കണം. അടിപൊളിയാക്ക്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഗൈസ്, വീണ്ടും പോയിട്ട് ഐസ് എടുത്ത് ബ്ലൂബെറി അടിപൊളി സാധനം കേട്ടാ. അടിപൊളി സാധനം ബ്ലൂബെറി എങ്ങനെയുണ്ട്? അടിപൊളിയാ? നൈസല്ലേ? അടിപൊളി. ഏത് ഐസ് എടുത്താലും 30 രൂപ കേട്ടോ. ഇത് പേരെന്നാ? വ്യത്യാസം. എവിടെ സ്ഥലം? അവിടെയാണ്. എങ്ങനെയുണ്ട് ഐസ്? എങ്ങനെയുണ്ട്? ഇതേ സാധനം? സ്പാനിഷ്. 2 സ്പാനിഷാ? 3 സ്പാനിഷാ? എങ്ങനെയുണ്ട് സാധനം? എങ്ങനെ? പൊളി. നമ്മുടെ ചൂട്ടാട് ബീച്ചിൻ്റെ രാത്രി കാഴ്ച കണ്ടോ? ഇപ്പോൾ 7 മണി കേട്ടോ, മഗ്‌രിബിന് 7 മണി. ഓക്കെ, അങ്ങനെ നമ്മൾ ബീച്ചിലേക്ക് ഇറങ്ങി കേട്ടോ. കണ്ടോ, ഇവിടെ ഒട്ടകമുണ്ട്, അവിടെ ആകാശത്തൊട്ടിലുണ്ട്. ഇനി ഇതാ ഒട്ടകം, ഒട്ടകം കണ്ടോ? ഒട്ടകം. വാവ്. ഇവിടെ കുട്ടികൾ കളിക്കേണ്ട സാധനമെല്ലാം ഉണ്ട് കേട്ടോ. കണ്ടോ? അതൊരു ഫോട്ടോ പോയിന്റ്. ആകാശത്തൊട്ടിൽ വിട്ടിട്ടുണ്ട്. എന്ത് തലങ്ങുന്നുണ്ടോ? ഇനു പോവാ നമുക്ക് നമ്മളിന്ന് പോയേട്ടാ. അപ്പം ചൂട്ടാട് ബീച്ച് ചേട്ടാ. എന്ത്? വെള്ളം. ഇത് ജീപ്പിതാ ഇനോ ബാവാ ഗായ്സ്. അപ്പോൾ ഇവിടുന്ന് പോയേട്ടാ. നെക്സ്റ്റ് കാണാം. അതുവരെ ബൈ.